എത്ര മുതിർന്നാലും നിങ്ങളുടെ ഭൂതകാലം നിങ്ങളെ പിടിവിടില്ല എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൊന്ന്. കൂടെ ജോലി ചെയ്യുന്നൊരു അധ്യാപകൻ കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും ഒരൊറ്റ യൂണിഫോം തന്നെ ഇട്ട് വന്ന് വൈകുന്നേരം കഴുകി പിറ്റേന്ന് അതും ഇട്ടുകൊണ്ട് പോകുന്നതിനിടയിൽ പുള്ളിക്കാരൻ ഒരാഗ്രഹം പുതിയൊരു ഉടുപ്പ് വാങ്ങാം. യൂണിഫോം അല്ല, ഒരു കളർ ഡ്രസ്സ്. ഓണത്തിനോ ക്രിസ്മസിനോ കളർ ഡ്രസ്സ് ഇടാൻ പറ്റിയില്ല, കളർ ഡ്രസ്സ് നല്ലതൊന്നുമില്ല എന്നതുകൊണ്ടാണ്. ഏറ്റവും ഒടുവിൽ സ്കൂൾ പിരിയുന്നതിന് മുമ്പ് കൂട്ടുകാരൻ്റെ നിർബന്ധം വഴങ്ങി വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ അമ്മ ചന്തയിൽ നിന്ന് 40 രൂപ തുണിക്ക് ഉടുപ്പ് വാങ്ങി, ഉടുപ്പിൻ്റെ തുണി വാങ്ങി. അത് തയ്ച്ചു സന്തോഷത്തോടെ ഇടാനായി തയ്ച്ച് ഉടുപ്പ് ശരീരത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ആ ഉടുപ്പിൻ്റെ നിറങ്ങൾ മുഴുവൻ ശരീരം മുഴുവൻ പറ്റിപ്പിടിക്കുകയാണ്. കഴുകാൻ നോക്കിയപ്പോൾ നിറം പാടേ പോയി, നിറമില്ലാതായി, നിറമില്ലാത്തൊരു ഉടുപ്പായിട്ട് മാറി. കരഞ്ഞുകൊണ്ട് അന്ന് സ്കൂളിൽ പോയില്ല. അവസാനത്തെ സ്കൂൾ 10ാം ക്ലാസ്സിൽ എല്ലാവരും പിരിയുന്ന ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ദിവസം സ്കൂളിൽ പോയില്ല എന്നാണ് ആ കുറിപ്പിൽ അവസാനിപ്പിക്കുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ചില മനുഷ്യർ അത്ര സമ്പന്നരൊക്കെ ആയാലും പിന്നെയും ഏതെങ്കിലും കടയിൽ നിന്നൊരു ഉടുപ്പ് വാങ്ങുമ്പോൾ ഉടുപ്പിൻ്റെ വില പിന്നെയും പിന്നെയും നോക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എത്ര കാലം കഴിഞ്ഞാലും ചില അപകർഷതാബോധങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് ഭൂതകാലത്തിൽ നിന്ന് നമുക്കൊരിക്കലും രക്ഷപ്പെടാനാവില്ല എന്നതുകൊണ്ടാണ്. ഭൂതകാലത്തിലെ ചില വേദനകൾ, ചില ഇല്ലായ്മകൾ, ചില മുറിവുകൾ ഒരു തിണർപ്പ് പോലെ നമ്മുടെ എല്ലാ കാലത്തേക്കും നീണ്ടുകിടക്കും എന്നതുകൊണ്ടാണ്. അതുകൂടിയാണ് നമ്മളൊന്ന് അംഗീകരിച്ചാൽ കഴിയുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അതത്ര എളുപ്പമല്ല.